ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പാർട്സ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 1 കിലോ പാർട്സാണ്. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ക്ലീൻ ആക്കാൻ നല്ല പാട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കാം നമുക്ക്. ഇതിൻ്റെ മഷി ഉണ്ടാവില്ല, അത് നമ്മൾ നോക്കിയെടുത്തിട്ടില്ലേ, കറിയെല്ലാം മൊത്തം പോയില്ലേ, കുളം ആയില്ലേ. എല്ലാം നല്ല ക്ലീനാക്കി ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിന്. ഒരു 10-20 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിന്. ഇത് ക്ലീനാക്കിയിട്ട് ഒരു ലേശം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുക. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ഇതായി പോകുമല്ലോ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന്. അപ്പം ക്ലീനാക്കി എടുക്കുക. നല്ല ഇതിൻ്റെ ഇത് എന്തെന്നാന്ന് പറയണ്ടതിൻ്റെ ഇത് ക്ലീനാക്കുന്നതാണ് ലിവർ അല്ലേ, ഇത് ക്ലീനാക്കുന്നത് പാട്. ഇതിന് വേണം നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കാം. ഓക്കെ, ഇത് അടുത്ത ക്ലീനാക്കിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ കഴുകി നല്ല ഫ്രഷാക്കി എല്ലാം ഇത് വൃത്തിയാക്കാൻ ഒരുപാട് സമയമെടുത്ത് അങ്ങനെ നല്ല ഇതാക്കി. അപ്പം കുറച്ച് നേരം നമുക്കിത് മഞ്ഞൾ ഇട്ടിട്ട് വെക്കാം. ഇത് ക്ലീൻ നല്ല എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നല്ല ഇപ്പോഴത്തെ ചിക്കനല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാലല്ലേ, നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കണമല്ലോ. പാചകം ചെയ്താലും എല്ലാം നമ്മൾ എത്ര നല്ല ഇതിൽ വെക്കും അത്രയും നമ്മളെ ശരീരത്തിന് ഗുണം കിട്ടും. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് വെക്കാം. അപ്പോഴത്തെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാം. നമ്മളൊരു 4 ചെറിയ വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 കുഞ്ഞി തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന്, പിന്നെ പച്ച കുരുമുളക് നമ്മളിവിടെ ഉണ്ടായതാണ്, അതുകൊണ്ട് പച്ച കുരുമുളക് അതെല്ലാം ഇട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പാർട്സ് വേവിക്കാനുള്ള ഇത് റെഡിയാക്കാം. ഇത് കഷ്ണ ഇഞ്ചി ഇട്ട്, പിന്നെ കരിയാമ്പില, ഒരു ചോളം വെളുത്തുള്ളി, പിന്നെ ഇവിടുന്ന് ഉള്ള കുരുമുളകാണ് പച്ച ഇതായിട്ടുള്ള നല്ല രസമുണ്ടാവും. പച്ച കുരുമുളക്, അങ്ങനെ ഇത് ജീരകം കുറച്ച്, ഒരു 1 സ്പൂണ് ജീരകം, അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. കുക്കറിലൊരു ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അത് പറ്റൂല, ലേശം മതി, അധികം വേണ്ട. അടിക്കുകയും പറ്റുകയും പിടിക്കുകയില്ല, വേഗം. എന്നിട്ട് നമ്മൾ പാർട്സ് കഴുകിയ മഞ്ഞൾ വെള്ളത്തിലിട്ട് ഇടാം. ഇനി പൊടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാമ്പിലയും ജീരകവും കൂടി ഇതിൻ്റെ അകത്ത് ഇടാം. ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നല്ല അതിനെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാം. ഓരോ കുക്കറിൻ്റെ ഇതല്ലേ, അതിന് 2 സീറ്റിയേ വേണ്ടൂ. ചില ആളെ കുക്കറിൻ്റെ ഓരോ ഇതുപോലെ ഇരിക്കും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് 2 വിസിൽ അടിക്കുന്നവരെ കാക്കാം. ഇത് 2 വിസിൽ അടിക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം.
നല്ല അറിഞ്ഞിട്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി വാട്ടാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇതിനകത്ത് ഈ തേജ് പത്താന്ന് പറയും, ഇത് ഗ്രാമിൻ്റെ ഇല നല്ല മണം തരുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് 2-3 ഇതെല്ലാം രണ്ടിനും കൂടി നല്ല മണം, ഇതെല്ലാം നല്ല അടിയിൽ വെച്ച് നമുക്ക് ചെറിയ അടിയൊക്കെ അരച്ച് കൊടുക്കാം. തേജ്പത്തേൻ്റെയും കരിവേപ്പിലേൻ്റെയും നല്ല മണം നോക്കാം. ഇന്ന് ഉള്ളി വാട്ടാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഇതാവും. ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. നമ്മൾ പാടത്ത് വേവുന്നതിൻ്റെ അകത്ത് വെച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഒന്ന് നല്ലോണം ഇളക്കുക. ഇതൊന്ന് വാടട്ടെ. ഉള്ളി നല്ല ബ്രൗൺ കളർ അടിക്കുന്ന വരെ നമുക്ക് കാത്താം. ഉള്ളി ബ്രൗൺ കളർ അടിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ആവശ്യത്തിന് അത് മതി. ഇതിൽ 2 ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ചിക്കനിലായാലും ഇതിലിടുന്നതിന് നല്ല ടേസ്റ്റാണ്. കറി നല്ലൊരു അതിലിട്ട് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വേറെ ചിക്കനെല്ലാം ഇട്ട് കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ല ഇതുമൊന്ന് ഇതെല്ലാം ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇത് ഇളക്കി നല്ല ഇളക്കിഴങ്ങ് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി അരച്ചിട്ടുണ്ടേനും 3 കുഞ്ഞി തക്കാളി അരച്ചിട്ടുണ്ടേനും ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി ഇതിൻ്റെ മേലെ കട്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. വെള്ളം കൂടി ഒന്ന് അടക്കുക. ഇതൊന്ന് 5 മിനിറ്റ് അടച്ച് വെക്കുക. കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അതുകൊണ്ട് ആവശ്യത്തിന് നേരത്തെ പാടത്തിൻ്റെ അകത്ത് പിന്നെ മഞ്ഞൾ പൊടി ഇട്ടിന് ഇതിന് മാത്രമുള്ള ലേശം ശകല മഞ്ഞൾ പൊടി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഓരോ ചേരുവകൾ ചേർക്കാം. ആവശ്യത്തിന് എരിവിട്ടാൽ മതി. എന്നുവെച്ചാൽ 2 പച്ചമുളക് നമ്മൾ തക്കാളി ഉള്ളി അരക്കുന്നതിൻ്റെ അകത്തിന് തക്കാളിയും വെളുത്തുള്ളിയിൽ അരക്കുന്നതിൻ്റെ അകത്തിന് ഇതിന് പിന്നെ കുരുമുളകും നമ്മൾ പാടത്ത് വേവിക്കുമ്പോൾ കുരുമുളക് ഇട്ടിന്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് മാത്രം ഇട്ടാൽ ഒരു 1 സ്പൂൺ മുളക് പൊടിയിട്ട് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഒന്നര സ്പൂണ് ചിക്കൻ മസാല, ആവശ്യത്തിന് 1/4 സ്പൂണ് ഗരം മസാല. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കുക. നല്ല മണമുണ്ട്. നല്ല മണം. നമ്മൾ അരച്ച് വെച്ച തക്കാളിയും മല്ലിച്ചപ്പും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കി വെച്ച ഇതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. പേസ്റ്റാക്കി വെച്ചത് നന്നായി ഇത് ഇളക്കി ഒന്ന് അടച്ച് വെച്ചാൽ നല്ല സ്മെല്ല് പുറത്ത് പോകാൻ പാടില്ല. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നല്ല ഇത് വെക്കണം, പിടിക്കണം. നല്ല മണമുണ്ട്. മസാലയെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പച്ചച്ചോയ മാറുന്ന വരെ ഒന്ന് ഇതാക്കുക. അതിന് ശേഷം നമുക്ക് പാടിച്ചും വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വേവാനും കാത്തിക്കുക. എല്ലാം മിക്സ്
പാർട്സ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ആവശ്യത്തിന് നിങ്ങൾക്ക് കട്ടി വേണോ വെള്ളം വേണോ അങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് നന്നായി എല്ലാ മസാലയും കൂടെ ഒന്നും കൂടി പിടിച്ച് വേവാൻ വെക്കുക. ഇത് നന്നായി അടച്ച് വെക്കുക. ഇനി നമ്മുടെ കറിയായി അടിപൊളി നല്ല ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് നല്ല വറ്റി. ഇനി ഇത് നമുക്ക് സർവ് ചെയ്യുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മളെ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ നോക്കിയാലും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പല വിധത്തിലും നമുക്കിപ്പോൾ ചിക്കൻ ആയാലും പാർട്സ് ആയാലും പല വിധത്തിലും നമുക്ക് ഉണ്ടാക്കാം. ഓരോന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ ടേസ്റ്റാണ്. നല്ല ഒന്നാം തരം ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇനി നിങ്ങൾ ഇതാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം കമൻറ്റ് ബോക്സിൽ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടേ എനിക്ക് മുന്നോട്ട് പോകേണ്ട ഇതുള്ളൂ. കുക്കിങ് കുറേ വരെ കുക്കിംഗ് എടുത്ത് ഇപ്പം ഞാൻ പിന്നെയും കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്നും വീണ്ടും അടുത്ത കുക്കിംഗായിട്ട് കാണാം.